വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറുകളുടെ ലഭ്യത നിലച്ചതിനെ തുടർന്ന് ഹോട്ടൽ മേഖലയിൽ പ്രതിസന്ധി രൂക്ഷം. കായംകുളത്തും നിരവധി ഹോട്ടലുകൾ അടച്ചു. വരും ദിവസങ്ങളിലും പ്രതിസന്ധി തുടർന്നാൽ ഹോട്ടൽ മേഖല സ്തംഭിക്കുമെന്നാണ് സൂചന. വാണിജ്യ ആവശ്യത്തിനായുള്ള പാചകവാതക സിലിണ്ടറുകളുടെ ലഭ്യത നിലച്ചതിനെ തുടർന്ന് ഹോട്ടൽ മേഖലയിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു. കായംകുളത്ത് 20% ഹോട്ടലുകൾ ഇതിനോടകം അടച്ചു. വരും ദിവസങ്ങളിൽ ഹോട്ടൽ മേഖല പൂർണ്ണമായും സ്തംഭിക്കുമെന്നാണ് ഹോട്ടൽ ഉടമകളുടെ സംഘടനാ ഭാരവാഹികൾ തന്നെ പറയുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം എന്നീ പ്രധാന എണ്ണ കമ്പനികൾ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ വാണിജ്യ സിലിണ്ടറുകൾ നിറയ്ക്കുന്നത് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പ്രതിസന്ധി ഉടലെടുത്തത്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം വാണിജ്യ ആവശ്യത്തിനായുള്ള സിലിണ്ടർ നിറയ്ക്കൽ നാമമാത്രമായി തുടരുന്നുവെന്നും വിവരമുണ്ട്. ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതകത്തിന്റെ സ്റ്റോക്ക് മതിയായ നിലയിൽ ഉണ്ടെന്നും പറയുന്നുണ്ട്. എന്നാൽ ബുക്കിംഗ് ചെയ്ത് സിലിണ്ടർ ലഭിക്കുന്നതിന് കാലതാമസം നേരിടാനിടയുണ്ടെന്നും പറയുന്നു. ഇതിനിടയിൽ ഹോട്ടൽ മേഖലയിലെ സംഘടനകളുമായി പെട്രോളിയം കമ്പനികളുടെ പ്രതിനിധികൾ ചർച്ച നടത്തുന്നുണ്ട്. അതേസമയം ഹോട്ടലിലെ മെനു ഏകീകരിക്കുകയും സമയം ക്രമീകരിക്കുകയും ചെയ്യുക എന്നതടക്കമുള്ള നടപടികളുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനങ്ങൾ ഉടൻ ഉണ്ടാകുമെന്നും ഹോട്ടൽ ഉടമകളുടെ അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നുണ്ട്. ഏകീകൃത അടുക്കള സംവിധാനവും ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. കായംകുളത്ത് ഉൾപ്പെടെ സംസ്ഥാനത്തെ മിക്ക ഹോട്ടലുകളിലും വൻതോതിൽ ഇതര സംസ്ഥാനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ആസാം, ബംഗാൾ എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്ന സാഹചര്യം നിലനിന്നാൽ അവർ നാട്ടിലേക്ക് മടങ്ങിപ്പോകാനിടയുണ്ടെന്നും ഇത് ഹോട്ടലുകളുടെ പ്രവർത്തനത്തെയാകെ ബാധിക്കുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. പാചകവാത വിലവർധന മൂലം അതുപോലെ തന്നെ പാചകവാതത്തിന്റെ ക്ഷാമം കാരണം ഹോട്ടലുകളെല്ലാം ഏതാണ്ട് അടയ്ക്കുന്ന ലക്ഷണത്തിലാണ്. ഇപ്പോൾ ഏതാണ്ട് 20% ഹോട്ടലുകൾ ആലപ്പുഴ ജില്ലയിൽ അടച്ചു കഴിഞ്ഞു. അതിൽ ഉപരി പല ഓർഡറുകളും എടുത്ത ആളുകൾ ആ ഓർഡർ എങ്ങനെ കൊടുക്കുമെന്നുള്ളൊരു ആശങ്കയില്ല. പ്രത്യേകിച്ച് കാറ്ററിംഗുകാരും ഹോട്ടൽ ഉടമകളും വലിയ ബുദ്ധിമുട്ടിലാണ്. അവർ ആ ഓർഡർ എങ്ങനെ കൊടുക്കും, അതിന് ഗ്യാസ് എവിടുന്ന് കിട്ടുമെന്നുള്ളത് ഇതേവരെ ഒരു വ്യക്തത കമ്പനികൾ തന്നിട്ടില്ല എന്നതാണ്. പിന്നെ അതിലുപരി ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഈ അന്യസംസ്ഥാന ജീവനക്കാർ കൂട്ടത്തോടെ അവരുടെ നാട്ടുകളിൽ തിരഞ്ഞെടുപ്പായ കാരണം കൂട്ടത്തോടെ പോയാൽ തന്നെ ഇത് എപ്പോൾ തുറക്കാൻ പറ്റും എന്നുള്ളൊരു വലിയ ആശങ്ക ഇന്ന് ഹോട്ടൽ ഉടമകളുടെ മുന്നിൽ നിൽക്കുകയാണ്. ഏതാണ്ട് 90% അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഈ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മൊത്തത്തിൽ വലിയൊരു പ്രതിസന്ധി ഹോട്ടൽ മേഖല നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ജില്ലയിൽ 20% ഹോട്ടലുകൾ പൂർണ്ണമായി അടച്ചു കഴിഞ്ഞു. 3-4 ദിവസത്തിനുള്ളിൽ ഏകദേശം പൂർണ്ണമായും ഈ മേഖല സ്തംഭിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കായംകുളത്ത് ഏതാണ്ട് 20% ഹോട്ടലുകൾ അടഞ്ഞു കിടക്കുക. ഗ്യാസ് കുറ്റിയുടെ ക്ഷാമം വളരെ രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് കട തുറന്നത്. ഇന്ന് പല ഐറ്റവും കുറച്ചുകൊണ്ടാണ് കട തുറന്നത്. നാളെ മുതൽ കട തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. 12 ജോലിക്കാരുണ്ട്, അവരുടെ കാര്യം ബുദ്ധിമുട്ടാവും. നാളെ മുതൽ കട തുറക്കാനൊക്കാത്ത അവസ്ഥയിലാണ്. ഇനി സിലിണ്ടർ കിട്ടിയെങ്കിൽ മാത്രമേ കട തുറക്കാൻ പറ്റുള്ളൂ. CDNet ന്യൂസ്, കായംകുളം.